ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയി. അങ്ങനെ ഫുട്ബോൾ കളി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, നമുക്കിന്ന് മലേഷ്യ പോയി ഫുഡ് കഴിച്ചാലോ എന്നുള്ളത്. സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യ പോകാനായിട്ട് വലിയ പണിയൊന്നുമില്ല. നമുക്കൊരു ബ്രിഡ്ജ് ക്രോസ് കഴിഞ്ഞ് നേരെ മലേഷ്യയിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഞങ്ങളെല്ലാവരും 8 പേര് 4 ബൈക്കിലായിട്ട് നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാറുള്ള ബനാഫി വില്ലേജ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്ക് എല്ലാവരും കൂടി വന്നു. അങ്ങനെ എല്ലാവരും ഓൺ ടൈമിന് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നേരെ കടയുടെ അകത്തേക്ക് കയറി. അവിടെ കയറി നമ്മൾ കുറച്ച് ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ വേറെ കുറച്ച് ഫുഡ്, മലൈ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് മലൈ ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സംസാരത്തിൽ നമ്മുടെ പല ആൾക്കാരെ പറ്റിയും പല തമാശകളെ പറ്റിയും പിന്നെ നമുക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ പറയാൻ. ആ സർപ്രൈസ് ഞാൻ എന്തായാലും ഇപ്പം പറയുന്നില്ല, കാരണം നമുക്ക് കേൾക്കാൻ അല്ലെങ്കിൽ ആ സർപ്രൈസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ആ സർപ്രൈസ് പറയാം. അതിന് അവിടെയുള്ള ആളെ വിളിച്ചിട്ട് നമ്മൾ പല ടൈപ്പ് ഫുഡുകൾ ഓർഡർ ചെയ്തു. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനമാണ് മന്തി. മന്തി നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൻ മന്തിയായിരുന്നു. പിന്നെ ഒരു മിക്സഡ് ഗ്രില്ല് ഓർഡർ ചെയ്തായിരുന്നു, പ്ലേറ്ററും. പിന്നെ ഒരു മലൈ ടൈപ്പിലുള്ള ഒരു ഫിഷ് ഗ്രില്ല് ചെയ്ത് ഓർഡർ ചെയ്തായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ മട്ടൻ മന്തി ആയിരുന്നു. മട്ടൻ മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ എല്ലാവർക്കും റൗണ്ട് കൊണ്ട് മട്ടൻ മന്തി ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് പിന്നെ നമ്മൾ നേരെ പോയത് പെട്രോൾ അടിക്കാനാണ്. സിംഗപ്പൂരിനേക്കാളും വില കുറവാണ് മലേഷ്യയിൽ പെട്രോളിന്. അപ്പം നമ്മൾ പോയ സ്ഥിതിക്ക് എന്തായാലും പെട്രോളിന് അടിച്ചിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ സമയം ഏകദേശം 2:30 ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പെട്രോൾ അടിക്കാനായിട്ട് പോയി. അങ്ങനെ എല്ലാവരുടെ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് നേരെ അവിടെ നിന്ന് ഇനി തിരിച്ചു പോകാനായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാവരും നേരെ തിരിച്ച് മലേഷ്യൻ കസ്റ്റംസിലോട്ടുള്ള യാത്രയിലോട്ടാണ്. ഇനി അവിടെ നിന്ന് 1.5 മണിക്കൂർ നമ്മൾ ഡ്രൈവ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് സിംഗപ്പൂരിൽ നമ്മുടെ വീട്ടിലോട്ട് എത്താൻ പറ്റും. അങ്ങനെ എല്ലാവരും ഒരിക്കൽ കൂടി ജോയിൻ ചെയ്തു. നേരെ മലേഷ്യൻ കസ്റ്റംസൊക്കെ ക്ലിയർ ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കേട്ടോ സീറോ ലാൻഡ് എന്ന് പറയുന്നത്. അതായത് മലേഷ്യക്കും സിംഗപ്പൂരിനിടയിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണത്. അങ്ങനെ ഈ പാലത്തിൽ കൂടെയാണ് നമ്മളിങ്ങനെ സിംഗപ്പൂരിലോട്ട് പോകുന്നത്. അങ്ങനെ സിംഗപ്പൂർ കടന്നു. ഇനി എല്ലാവരും വീട്ടിലോട്ട്. അപ്പം എല്ലാവർക്കും ബായ്.